ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യേശുനാമത്തിൽ ഒരിക്കൽ കൂടി ഏവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് മാറ്റിവെക്കുന്ന നിമിഷങ്ങൾ, മണിക്കൂറുകൾ ഏറെ വിലപ്പെട്ടതാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതിന്റെ 10-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10 വേഴ്സസ് 44. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരം പറയുകയാണ്: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നമുക്കറിയാം, കേസറിയ എന്ന് പറയുന്ന ദേശത്ത് കൊർണേലിയൂസ് എന്ന് പറയുന്ന ശതാധിപന്റെ വീട്ടില് വിജാതീയരോട് വചനം പ്രസംഗിക്കുന്ന പത്രോസ് അപ്പസ്തോലനെയാണ് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവിടെ വചനം പറയുകയാണ്, ഈ വിജാതീയരോട് പത്രോസ് അപ്പസ്തോലൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷം തന്നെ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടും. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രോഗത്തിന്റെ മേഖലകളിൽ ഈശോ ഇടപെട്ട് അതിലൊരു വലിയ സൗഖ്യം നമുക്ക് തരും. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിന്മകളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിടുവിക്കും. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ്? പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൂടിയിരുന്ന വിജാതിയർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവപൈതലെ, ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുമെന്ന വിശ്വാസത്തോടു കൂടി ഈ ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുക. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോരണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1982 ഡിസംബർ മാസം 4-ാം തീയതി ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു മകൻ ജനിച്ചു. 1982 ഡിസംബർ മാസം 4-ാം തീയതി. പ്രിയപ്പെട്ടവരെ, ജനിച്ചപ്പോൾ തന്നെ 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ മകൻ ജനിക്കുക. മെഡിക്കൽ സയൻസ് ഈ അസുഖത്തെ ടെട്രാ അമീലിയ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. എന്നെ കേൾക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, നഴ്സുമാരുണ്ടായിരിക്കാം, മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളവരുണ്ടായിരിക്കാം. അവർക്കെല്ലാം വളരെ പരിചിതമായ ഒരു രോഗമായിരിക്കാം ഒരു പക്ഷേ ഇത്, ടെട്രാ അമീലിയ സിൻഡ്രോം. പ്രിയപ്പെട്ടവരെ, 1 ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതില് 1 കുഞ്ഞിന് മാത്രമാണ് ഇത് നോർമലി കാണപ്പെടുക. അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, ഒരു ജനറ്റിക്, ഒരു ഹെറിഡിറ്ററി അബ്നോർമാലിറ്റിയാണ്, ഈ കൺജനൈറ്റൽ അബ്നോർമാലിറ്റിയാണ് ഈ ടെട്രാ അമീലിയ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ 2 കൈകളും ഇല്ല, 2 കാലുകളും ഇല്ലാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ ഇന്റേണൽ ഓർഗൻസ് പലതും ഡെവലപ്പ് ചെയ്യപ്പെടാത്ത അവസ്ഥ. പ്രത്യേകിച്ച് ലങ്സ് അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഇപ്രകാരം പറഞ്ഞു: അധികം വൈകാതെ തന്നെ കുഞ്ഞ് മരിച്ചു പോകും. ഏറിയാൽ ഫ്യൂ വീക്സ് അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഇയേഴ്സ്, അതിൽ കൂടുതൽ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇല്ല എന്ന് മെഡിക്കൽ സയൻസ് ഈ നിക്കോളാസിനെ കുറിച്ച് വിധി എഴുതി. നിക്കോളാസിന്റെ ഫുൾ നെയിം നിക്കോളാസ് വ്യുജിക് എന്നാണ്. ഒരു പക്ഷെ നിങ്ങളിൽ അനേകം പേര് ഈ വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ വ്യക്തിയുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിക്കോളാസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, നിക്കോളാസിന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അവന്റെ മാതാപിതാക്കന്മാർ വലിയ ദൈവഭക്തി ഉള്ളവരായിരുന്നു, വലിയ ദൈവസ്നേഹമുള്ളവരായിരുന്നു. അവർ ദേവാലയങ്ങളിൽ പോകുന്നവരായിരുന്നു, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായിരുന്നു. അവർ അങ്ങനെ വിശ്വാസത്തോടു കൂടി കുഞ്ഞിനെ വളർത്തുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ നിക്കിന്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. നമുക്കറിയാം, കുഞ്ഞു പ്രായത്തില് കൂട്ടുകാരൊക്കെ കളിക്കാനും ചിരിക്കാനും ഓടാനും ചാടാനും ഒക്കെ തുടങ്ങുമ്പോൾ നിക്കിന് ഭയങ്കര സങ്കടമായി. കാരണം നിക്കിന് നടക്കാൻ സാധിക്കുന്നില്ല, കളിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൂട്ടുകാരില്ലാത്ത ഒരവസ്ഥ, വലിയ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ നിക്കിന്റെ ജീവിതം കടന്നുപോയി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അനേകം കൂട്ടുകാരുടെ കൂടെ കൂടി കളിക്കേണ്ട പ്രായത്തില് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അവന്റെ ചെറുപ്പകാലം, കൗമാര കാലഘട്ടമെല്ലാം ഒരു ഡിപ്രഷനിലേക്ക് പോയി. അവന്റെ ഡിസബിലിറ്റിയെ കുറിച്ച് മാത്രം അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് വിഷാദ രോഗത്തിന് അടിമയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴും അവന്റെ മാതാപിതാക്കന്മാരോട് ചേർന്ന് അവൻ പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് അവന്റെ ജീവിതകഥ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരിക്കൽ നിക്കോളാസ് ബൈബിള് വായിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം നിക്ക് വായിക്കുകയാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം തുടങ്ങുന്നത് ഈശോ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നു എന്ന അധ്യായത്തിലാണ്. ആ ഒരു ടോപ്പിക്കാണ് അവിടെ കൊടുത്തിരിക്കുക. അപ്പൊ അങ്ങനെ 9-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു അന്ധനെ ഈശോ അടുക്കലേക്ക് ജനം കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനെ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് ഈശോട് പറയുക. അപ്പൊ ഇവനെ കണ്ടപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെ പാപനിമിത്തമാണോ, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ അതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം. അവിടെ ഈശോ ശിഷ്യന്മാരോട് ഇപ്രകാരമാണ് പറയുന്നത്: ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായി ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ നിക്കിലേക്ക് കടന്നു വന്നു. നിക്കിനൊരു പുതിയ ബോധ്യം ലഭിച്ചു. ഞാൻ 2 കൈകളും 2 കാലുകളും ഇല്ലാത്തവനായിട്ട് ജനിച്ചത് എന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ തെറ്റുകൾ കൊണ്ടല്ല, എന്റെ മാതാപിതാക്കന്മാരുടെ ഏതെങ്കിലും പാപമേഖലകൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവർത്തികൾ എന്നിൽ പ്രകടമാകേണ്ടതിനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ജീവിതത്തിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കുറിച്ച് നിക്കിന് ബോധ്യം ലഭിച്ചു. നിക്ക് കഠിന പ്രയത്നം ചെയ്യാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നിക്ക് ബൈബിള് വായിക്കാൻ ആരംഭിച്ചു, ബൈബിള് പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ തന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത നിക്കോളാസ് വിജിക് മാറി. ഓസ്ട്രേലിയയിലെ അനേക സ്ഥലങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പോയി. പ്രിയപ്പെട്ടവരെ, വിഷാദത്തിലായിരുന്ന, സങ്കടത്തിലായിരുന്ന, കണ്ണുനീരിലായിരുന്ന അനേകം ആയിരങ്ങൾക്ക് പ്രചോദനം പകരുവാൻ നിക്കിന്റെ ജീവിതത്തെ ദൈവമായ കർത്താവ് എടുത്തുപയോഗിച്ചു. ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്റെ ഡിസബിലിറ്റീസിലേക്ക്, തന്റെ കുറവുകളിലേക്ക്, തന്റെ പോരായ്മകളിലേക്ക്, തന്റെ പരിമിതികളിലേക്ക് ശ്രദ്ധിച്ചിരുന്ന നിക്ക് തന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിക്കിന്റെ ജീവിതം ഒരു വിജയമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഏതാനും മാസം മാത്രം, ഏതാനും ആഴ്ചകൾ മാത്രം, ഏറിയാൽ 1-2 വർഷം മാത്രമേ ജീവിക്കൂ എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ നിക്കോളാസ് വിജിക്കിന് ഇന്ന് 43 വയസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ വിവാഹം കഴിച്ചു, 4 മക്കള്. നിങ്ങൾക്ക് പക്ഷേ ഇപ്പൊ സ്ക്രീനിൽ നിക്കോളാസിന്റെ ഇമേജ് അല്ലെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മനോഹരമായ 4 കുഞ്ഞുങ്ങളെ കൊടുത്ത് നിക്കോളാസിനെ ദൈവം അനുഗ്രഹിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, തനിക്ക് ലഭിച്ച ഈശോയുടെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ നിക്കോളാസ് ഏകദേശം 60 രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. ഏകദേശം 5 മില്യൺ ആൾക്കാരോട് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് അവന്റെ വചന പ്രഘോഷണത്തിലൂടെ ആ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ നിക്കോളാസിനെ ദൈവമായ കർത്താവ് എടുത്തുപയോഗിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, ചെറുപ്പ കാലഘട്ടങ്ങളില് പ്രിയപ്പെട്ടവരെ, തന്റെ കുറവുകളിലേക്കും പോരായ്മകളിലേക്കും പരിമിതികളിലേക്കും നോക്കി വിഷാദ രോഗത്തിന് അടിമയായിരുന്ന ഒരു വ്യക്തി എന്നാണോ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൻ തുടങ്ങിയപ്പോൾ, എന്നാണോ തന്റെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചത്, അനേകം പേർക്ക് ആശ്വാസം പകരുവാൻ, അനേകം പേരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകം പേരുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുവാൻ ആ ശുശ്രൂഷകളെ ദൈവമായ കർത്താവ് ഇന്ന് അതിശക്തമായി അനേക രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും ഈ നിക്കോളാസിനെ പോലെ നമ്മുടെ കുറവുകളിലേക്കും പരിമിതികളിലേക്കും ബലഹീനതകളിലേക്കും പോരായ്മകളിലേക്കും പരാജയങ്ങളിലേക്കും നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വിഷാദത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് എന്നോടും നിങ്ങളോടും ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി പതറരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്: പ്രശ്നങ്ങളിലേക്ക് നോക്കി പതറരുത്, ദൈവത്തെങ്കിലേക്ക് നോക്കുക, അനുഗ്രഹം പ്രാപിക്കുക, വിജയം കൈവരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് ഗോസ്പെൽസിലെ, ബൈബിളില്, സുവിശേഷത്തില്. അത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തില് 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 30 to 44. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അതിന്റെ ഹെഡിങ് ഇപ്രകാരമാണ്: അപ്പം വർദ്ധിപ്പിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന തിരുവചന ഭാഗമാണ്. വളരെ ഫെമിലിയർ ആണ് അല്ലെ? സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഈശോ അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുത്ത ആ സംഭവം അല്ലെ? പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ് ഇന്ന് വളരെ വളരെ എളുപ്പത്തിൽ. അവിടെ ഈശോ വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1000കണക്കിന് 10000കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. വലിയൊരു ജനാവലിയോട് ഈശോ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ വചനം പറഞ്ഞ് ഈവനിങ് സമയമായി, സായാഹ്നമായപ്പോൾ ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ അടുക്കിലേക്ക് വന്നിട്ട് ഈശോയോട് 2-3 കാര്യങ്ങൾ പറയുകയാണ്. അതിൽ 1-ാമത്തെ കാര്യം ഇങ്ങനെയായിരുന്നു: ഇതൊരു വിജന പ്രദേശമാണ് ഗുരു, ഇവിടെ അടുത്തെങ്ങും നമുക്ക് കടകളോ ഒന്നുമില്ല, സമയം ഏറെ വൈകിയിരിക്കുന്നു. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ഇത്രയും വരുന്ന 1000കണക്കിന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഭക്ഷണമില്ല.
പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാര് 3 പ്രശ്നങ്ങളിലേക്ക് നോക്കി പതറിയാണ് ഈശോ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ആ 3 പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർ, ഇവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, ഇതൊരു വിജന സ്ഥലമാണ്. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്, സമയം ഏറെ വൈകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 3 പ്രശ്നങ്ങളുമായിട്ട് ഈ ശിഷ്യന്മാര് ഈശോയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവർ ഇതുപോലെയാണ്, ഈ ശിഷ്യന്മാരെ പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയാണ് നമ്മുടെ ജീവിതം, അല്ലെ പ്രിയപ്പെട്ടവർ? ഞാൻ കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കാറുണ്ട്, അല്ലെ? ആൾക്കാരെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതം ഇങ്ങനെ ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കി പതറിപ്പോയ ജീവിതങ്ങളെ കാണാനിടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെല്ലാം നന്നായിട്ട് പഠിച്ചു, നല്ല IT പ്രൊഫഷനിലൊക്കെ നല്ല കോഴ്സുകളൊക്കെ പഠിച്ചു, പക്ഷെ പഠിച്ചതനുസരിച്ച് ഒരു ജോലി കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങളായിട്ടും താൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി കിട്ടാത്തത് കൊണ്ട് വിഷാദത്തിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന ആൾക്കാരെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ട്. അവർക്ക് ലഭിച്ച ഒരു ജോലി ചെയ്യാൻ ചിലപ്പോൾ അവർ തയ്യാറാകില്ല, കാരണം അവർ പഠിച്ചതനുസരിച്ചുള്ള ഒരു ജോലിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ കാണാൻ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴാണെങ്കിൽ വിവാഹം കഴിച്ചു, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല, അനേക ട്രീറ്റ്മെന്റുകൾ ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്തിട്ടും പരാജയപ്പെട്ടു. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് നോക്കി വിഷാദത്തിലായിരിക്കുന്ന അനേക ദമ്പതികളെ എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ ഫംഗ്ഷൻസിന് പോലും അവർ പുറത്തു വരത്തില്ല, അനേക ആൾക്കാരോട് മിണ്ടാനോ മിങ്കിൾ ചെയ്യുവാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ പ്രശ്നത്തിലേക്കാണ്. കുഞ്ഞുങ്ങളില്ലല്ലോ 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 എന്ന് ചിന്തിച്ച് 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 ദുഃഖപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരിലും വേദനയിലും വിഷാദത്തിലുമായിരിക്കുന്നവര്. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ എപ്പോഴോ ഒരു പ്രണയമുണ്ടായി, പക്ഷെ താൻ പ്രണയിച്ച വ്യക്തി വിവാഹം കഴിച്ചു വേറെ കുടുംബജീവിതവുമായിട്ട് പോയി. വലിയ സങ്കടമായി, വലിയ വേദനയായി. എനിക്കിനി ഒരു വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയിട്ട് 30, 35, 40, 45 ഒക്കെ വയസ്സായ ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചില പ്രത്യേക പ്രശ്നങ്ങള്, ചില പ്രത്യേക പ്രതിസന്ധികള്, ചില പ്രത്യേക തടസ്സങ്ങള് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിലേക്ക് നോക്കി പതറിപ്പോയ അനേക ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവാഹം കഴിച്ചത് 2000-ലാണ്. 2000-ന് അതിനുശേഷം ഞങ്ങൾ 2006 ഒക്കെ ആയപ്പം UK-ലെത്തി. അതിനുശേഷം ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഏറെ ട്രീറ്റ്മെന്റ് എടുക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെ ഞങ്ങൾക്കും കടന്നു പോകേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുഞ്ഞുങ്ങളില്ലായിരുന്ന അവസ്ഥയിലൂടെ 10-12 വർഷങ്ങൾ 2012 എത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തില് ഒരു വലിയ ദൈവിക ഇടപെടൽ ഉണ്ടായി എന്ന് ഞാൻ പറയും. കാരണം അത് ഇങ്ങനെയായിരുന്നു. എന്റെ ജീവിത പങ്കാളിക്ക് യൂട്രസിൽ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നോക്കണം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സങ്കടം ഒരു വശത്ത്, മറുവശത്ത് ഒരു മാരകമായ രോഗം ബാധിച്ചിരിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ആ പ്രശ്നത്തിന്റെ വലിപ്പത്തിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ തകർന്നു പോയി. എന്നാൽ നല്ലവനായ ദൈവം, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവം, ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വൈദികരിലൂടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകരിലൂടെയും എല്ലാം ഈശോ ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു. വചനത്തിലൂടെ ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു തന്നു. ഈ ശുശ്രൂഷയിലേക്ക് കരം പിടിച്ച് ഞങ്ങളെ നടത്തി. ഞങ്ങൾ തീഷ്ണതയോടെ വിശ്വാസത്തോടെ ഈശോയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ തന്നെ ഈശോ പൂർണ്ണമായിട്ട് എന്റെ ജീവിത പങ്കാളിയെ സുഖപ്പെടുത്തി. ജോഷയുടെ പുസ്തകം 24:15 ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന വചനപ്രകാരം ഇന്ന് ഞാനും കുടുംബവും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 12-13 വർഷമായിട്ട് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊരു പതർച്ച ഉണ്ടായെങ്കിലും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ, ദൈവവചനം വായിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ, പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുവാൻ ഞാനും എന്റെ കുടുംബവും തയ്യാറായപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാര് ഈ 3 പ്രശ്നങ്ങളുമായിട്ടാണ് ഈശോ അടുക്കിലേക്ക് കടന്നത്. ശിഷ്യന്മാരുടെ ശ്രദ്ധ മുഴുവൻ ഈ 3 പ്രശ്നങ്ങളിലാണ്. ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു ആലോചനയുമായിട്ടാണ് ഈശോ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുക. അങ്ങനെ കടന്നു വന്ന ഈ ശിഷ്യന്മാരോട് ഈശോ പറയുന്ന 1-2 കാര്യങ്ങള് ബൈബിളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ശരിയാണ്, ഇതൊരു വിജനമായ സ്ഥലമാണ്, സമയം ഏറെ വൈകിയിരിക്കുന്നു, ഇത്രയും പേർക്ക് കൊടുക്കുവാനായിട്ട് ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്നാണ് ഈശോ അവരോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈശോ അവരോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ പക്കൽ എന്ത് ഉണ്ട്? ഈശോയോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എന്താണുള്ളത്? അപ്പൊ ശിഷ്യന്മാർ പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്ന മറുപടി നമുക്കറിയാം, ഞങ്ങളുടെ പക്കൽ ആകെ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഞങ്ങളുടെ പക്കൽ ആകെ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഈ 5 അപ്പവും ഈ 2 മീനും ഈ 10,000 വരുന്ന ആൾക്കാർക്ക് എന്ത് തികയാനാണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കൽ എന്ത് ഇല്ല എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ പക്കൽ എന്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു പക്ഷേ നമുക്കിന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, ഒരു ചെറിയൊരു ബിസിനസ് ആയിരിക്കാം, ഒരു ചെറിയൊരു ജോലി ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, വലിയ മാസ്റ്റേഴ്സും PhD ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഡിപ്ലോമ മാത്രമായിരിക്കാം ഇന്ന് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ളതിന്റെ വലിപ്പം അനുസരിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിജയിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ളതിനെ റെക്കഗ്നൈസ് ചെയ്യുവാൻ, അതിനെ തിരിച്ചറിയുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിനെ എടുത്ത് ഉപയോഗിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. അത് എത്ര ചെറുതാണെങ്കിലും, അത് സാമ്പത്തിക മേഖലയിലായിരിക്കാം, അത് ജോലി മേഖലയിലായിരിക്കാം, അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിരിക്കാം, അത് നമ്മുടെ ജീവിത അവസ്ഥകളായിരിക്കാം, നമ്മുടെ പരിമിതമായ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കുവാൻ വലിയ പിടിപാടും ഒന്നുമുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ 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 ചെറിയൊരു വ്യക്തിയായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ നമുക്കുള്ളതിനെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് ഇതിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, അവരുടെ ശ്രദ്ധയൊന്ന് മാറ്റുകയാണ്. ആ പ്രശ്നത്തിൽ നിന്നും അവരുടെ ശ്രദ്ധയെ അവരുടെ കയ്യിലുള്ളതിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൾ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കപ്പാസിറ്റീസ്, പൊട്ടൻഷ്യൽസ്, കേപ്പബിലിറ്റീസ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, സാമ്പത്തിക മേഖല, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുമക്കൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ തിരിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിങ്ങളുടെ പക്കൽ എന്ത് ഉണ്ട്? പ്രിയപ്പെട്ടവരെ, 2021 മുതൽ 2023 വരെ ഒരു 3 വർഷത്തോളം കാലഘട്ടം എന്റെ ജീവിതത്തില് വലിയ സഹനങ്ങളിലൂടെ, വലിയ ഞെരുക്കങ്ങളിലൂടെ, വലിയ രോഗാവസ്ഥകളിലൂടെ എല്ലാം കടന്നുപോയ സമയമായിരുന്നു. നമുക്കറിയാം, കോവിഡ് സമയത്ത് എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മുടെ ജീവിതം കടന്നുപോയി. ഞാൻ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് ഒരു കോവിഡ് വാക്സിനേഷനിൽ വലിയൊരു കോംപ്ലിക്കേഷൻ എന്റെ ശരീരത്തുണ്ടായി. പ്രിയപ്പെട്ടവർ, അങ്ങനെ ശ്വാസം വിടാനായിട്ട് ബുദ്ധിമുട്ട്, നടക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്, ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്, ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. എന്തിനു പറയണം, ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത അത്രയും ബ്രെത്ത്ലെസ്നെസ്. അതുപോലെ ഒരു ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും അലർജിയാകാണ്. അങ്ങനെ ഒരു പ്രത്യേക ജീവിതാവസ്ഥയിലൂടെ ജീവിതം കടന്നുപോയ ഒരു സമയമുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളില് പ്രിയപ്പെട്ടവരെ, ദൈവവചനം വായിക്കാന്, പ്രാർത്ഥിക്കുവാന്, ചിലപ്പോഴെല്ലാം ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോകുവാനായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം എന്നെ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തില് ഈശോ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിങ്ങനെയായിരുന്നു, നിന്റെ പക്കൽ എന്താണ് ഉള്ളത്? നിന്റെ പക്കൽ എന്താണുള്ളത്? പ്രിയപ്പെട്ടവരെ, എന്റെ പക്കൽ അന്ന് ഒന്നുമില്ല. എന്റെ വിദ്യാഭ്യാസമോ എന്റെ ആരോഗ്യമോ എല്ലാം 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 ഒന്നിനും എന്നെ സഹായിക്കാൻ വരാതിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്റെ സമയം മാത്രമാണ്. ആ സമയത്ത് ഞാൻ ഈശോയ്ക്കായിട്ട് മാറ്റിവെച്ചു, പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചു, ദൈവവചനം വായിക്കാനായിട്ട് മാറ്റിവെച്ചു, ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, വലിയ ദൈവിക ഇടപെടൽ എന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിലേക്ക് വരാം. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവർ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രം. പ്രിയപ്പെട്ടവരെ, ഇതേ വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, അത് എന്റെ പക്കലേക്ക് കൊണ്ടുവരിക, അതെന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പക്കൽ എന്താണോ ഉള്ളത് അത് എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അപ്പം ഈശോ പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ ഈ 5 അപ്പവും 2 മീനും ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈശോ ചെയ്ത കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ 5 അപ്പവും 2 മീനും ഈശോ തന്റെ കരങ്ങളിലെടുത്ത് അത് സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തോട് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അത് മുറിച്ച് ശിഷ്യന്മാർക്ക് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇത് നിങ്ങൾ കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ശിഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഈ 5-6 അപ്പക്കഷ്ണങ്ങൾ, ഈ 2-3 മീൻ കഷ്ണങ്ങൾ കൊണ്ട് ഈ 10,000 വരുന്ന മക്കളെ ഞങ്ങൾ എങ്ങനെയാണ് അവരെ തൃപ്തിപ്പെടുത്തുക? പക്ഷെ പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതം നടക്കുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. ഒരു കഷ്ണം അപ്പം എടുത്തു കൊടുക്കുമ്പോൾ ഇതാ വേറൊരു പുതിയൊരു അപ്പകഷ്ണം അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അവിടെ രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏകദേശം അന്ന് അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ഭക്ഷിച്ചവർ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ അവർ 12 കുട്ട നിറയെ ശേഖരിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, അവരുടെ കയ്യിലുള്ളത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാൻ അവർ തയ്യാറായപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ 5 അപ്പത്തെ 2 മീനിനെ
ഏകദേശം 1000 വരുന്ന ഒരു ജനാവലിയെ തൃപ്തിപ്പെടുത്താൻ തക്കവണ്ണം എടുത്ത് ഉപയോഗിക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നോടും നിങ്ങളോടും ഈശോ പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ കയ്യിലുള്ളത് എന്റെ കയ്യിലേക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ സ്വത്തോ സമ്പാദ്യങ്ങളോ ഇല്ലായിരിക്കാം, വലിയ ക്വാളിഫിക്കേഷൻസ് ഇല്ലായിരിക്കാം, വലിയ ജോലി ഇല്ലായിരിക്കാം, വലിയ സാമ്പത്തിക ചുറ്റുപാടില്ലായിരിക്കാം, വലിയ കഴിവുകളുള്ള വ്യക്തി ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് എത്ര ചെറുതാണെങ്കിലും, ഒരുപക്ഷെ ഒരു ചെറിയൊരു ബിസിനസ് ആയിരിക്കാം ഇന്ന് നിങ്ങൾക്കുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ചെറിയ ജോലി മാത്രമായിരിക്കാം ഉള്ളത്. ഇന്ന് വലിയ PhD-യോ അതല്ലെങ്കിൽ വലിയ ഡോക്ടറേറ്റോ ഒന്നും കയ്യിലുണ്ടായിരിക്കില്ല. ഒരു ചെറിയൊരു ഡിപ്ലോമ മാത്രമായിരിക്കാം, ഒരുപക്ഷെ ഒരു ഡിഗ്രി മാത്രം പാസ്സായ ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വളരെ ചെറിയ അല്ലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എത്ര ചെറുതാണ് എന്നുള്ളതല്ല, നിന്റെ കയ്യിലുള്ളതിന്റെ വലിപ്പം അനുസരിച്ചല്ല നിന്റെ ജീവിതത്തിൽ വിജയം. പ്രിയപ്പെട്ടവരെ, അത് എത്ര ചെറുതാണെങ്കിലും അത് നീ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ നീ തയ്യാറാകുമ്പോൾ, നിന്റെ കയ്യിലുള്ള ആ ചെറുതിനെ വലുതാക്കി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ, അതിനെ അനേക ആയിരങ്ങളുടെ, നിന്റെ ചുറ്റുമുള്ള നിന്റെ കുടുംബത്തിന്റെ, നിന്റെ സ്വന്തക്കാരുടെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ, നിന്റെ ചുറ്റുമുള്ള ആയിരങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ, അവർക്ക് ആശ്വാസം പകരുവാൻ, അവർക്ക് സൗഖ്യം പകരുവാൻ ഉതകുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ ഈശോ മാറ്റിത്തീർക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതിനെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറായാൽ, നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ, അവർക്ക് ആശ്വാസം പകരുവാൻ, അവർക്ക് സൗഖ്യം പകരുവാൻ, അവർക്ക് വിടുതൽ കൊടുക്കുവാൻ തക്ക രീതിയിൽ ഉപയോഗിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞു വെച്ച ടെസ്റ്റ് മണിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈശോയുടെ അടുക്കൽ ഇരുന്ന് ഈശോയുടെ ആലോചന ചോദിക്കുവാൻ ആ രോഗാവസ്ഥയിൽ ഞാൻ തയ്യാറായപ്പോൾ ദൈവകാരുണ്യ ഈശോയോട് ഒരു കാര്യം പറഞ്ഞു. അത് ഇപ്രകാരമായിരുന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ ആയിരുന്ന UK ദേശത്തേക്ക് തിരിച്ചു പോകുവാൻ ഈശോയോട് ആവശ്യപ്പെട്ടു. ഞാൻ എന്റെ ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്കിന്ന് നടക്കാൻ വയ്യ, ഞാൻ എങ്ങനെ തിരിച്ചു പോകും? ഒരു വീൽ ചെയറിൽ തിരിച്ച് 2023 UK ഞാൻ തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ആ 2023 മുതൽ ഇന്ന് 2025 ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ വഴിയിലൂടെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെ എടുത്ത് നടത്തി. ഇന്ന് നിങ്ങളോട് വചനം ഷെയർ ചെയ്യുമ്പോൾ എന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ തക്കവണ്ണം എനിക്ക് ആരോഗ്യത്തെ തിരിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ബ്രീത്തിങ് പ്രോബ്ലംസ് എല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവവചന ശുശ്രൂഷയിൽ പൂർവാധികം ശക്തിയോടെ ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം ശുശ്രൂഷ കൃപകളാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം കാരണമായി തീർന്നത് മറ്റൊന്നുമല്ല, എന്റെ കുറവുകളിലേക്കും എന്റെ പോരായ്മകളിലേക്കും എന്റെ രോഗത്തിലേക്കും മാത്രം നോക്കിയിരിക്കാതെ എനിക്കുള്ളതിനെ ഞാൻ എന്റെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനെ ഈശോ അനുഗ്രഹിച്ച് ആശീർവദിച്ച് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമല്ല എന്റെ ചുറ്റുമുള്ള ആയിരക്കണക്കിന് മക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരാൻ തക്കവണ്ണം ഈശോ ഇന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഒരു രോഗാവസ്ഥയെ നോക്കി പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ജീവിതത്തിലുണ്ടായ ചില പ്രത്യേക ദൗർബല്യങ്ങൾ, ചില പ്രത്യേക കുറവുകൾ, ചില പ്രത്യേക പോരായ്മകൾ, ചില പ്രത്യേക പരാജയങ്ങളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ എന്നോട് നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സങ്കീർത്തനത്തിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനമാണ്. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായില്ല. അതെ പ്രിയപ്പെട്ടവരെ, we have to shift our focus from our problems. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റി നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാവുക. എന്നാണോ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുറവുകളെയും നമ്മുടെ പോരായ്മകളെയും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളെയും കൊടുക്കുവാൻ തയ്യാറാകുന്നത്, ആ നിമിഷം അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോരായ്മകളിലേക്കും കുറവുകളിലേക്കും നോക്കിയിരിക്കാതെ, പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലുമ്പോൾ, എന്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞാൻ ഇതാ സമർപ്പിക്കുന്നു ഈശോയെ, എന്റെ ജീവിതത്തെ നീ എടുത്ത് ഉപയോഗിക്കണമേ. എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിന് മാത്രമല്ല, എന്റെ ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് എന്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പൂജിതമാകണമേ, നിങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. ഹല്ലേലൂയ.
ഭയമരുതേ, ആശങ്കയുമരുതേ, ദൈവം നിൻ കൂടെയുണ്ടെൻ മകനേ. മിഴികൾ നനയരുതേ, മൊഴികൾ പതറരുതേ, ദൈവം നിൻ കാവലാളെൻ മകനേ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അശരണനല്ല. ജീവന്റെ നാഥൻ നിൻ സ്വന്തമല്ല.